ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ആൻ ഫാമിലിയോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ രജിഷേട്ടൻ എന്താണ് എവിടെ എവിടെ ഞങ്ങളുടെ മുള്ളൻ. ഇന്ന് നമുക്ക് മുള്ളനാണ്. രാവിലെ രജിഷേട്ടൻ പാലും കൊണ്ട് പോയപ്പോൾ മുള്ളൻ വാങ്ങുന്നു. ഇത് കിലോ 200 രൂപ അല്ലേ? 200 രൂപയെന്ന് അച്ചായി പറഞ്ഞേ. അച്ചായി നുണ പറഞ്ഞതായിരിക്കും. കുറച്ച് പറഞ്ഞതാണ്, കൂട്ടി പറഞ്ഞാണോ? കുറച്ച് പറഞ്ഞതാ. ഭയങ്കര വില ഇപ്പൊ മീന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കടലിൽ പോണില്ലല്ലോ. പിന്നെ പുഴമീനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ കിട്ടുന്ന മീന് ഭയങ്കര വില. എന്നോട് പറഞ്ഞ 200 എന്നാണ് കേട്ടോ. അത് കൂടുതലുണ്ടോന്ന് എനിക്കറിയില്ല. 220. അപ്പൊ 220 രൂപ മുള്ളൻ. അപ്പൊ ഈ മുള്ളൻ ഞാൻ വെട്ടി നന്നാക്കിയിട്ടാണ് അമ്പലത്തിൽ പോയത്. അല്ലെങ്കിൽ പിന്നെ മോശിയും മേലൊക്കെ മോശമാവും. വെട്ടി നന്നാക്കി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പൊ അതേ രജിഷേട്ടന് ഞാൻ മുള്ളൻ തിളപ്പിച്ച് വെച്ചു. തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഞങ്ങൾക്ക് തികയില്ല. അതുകൊണ്ട് ഞങ്ങൾ തേങ്ങ അരച്ച് എൻ്റെ മക്കൾക്ക് വേണ്ടി കുറേ ചാറിൽ ഇങ്ങനെ ഓടിക്കളിക്കണം അവർക്ക്. അതുകൊണ്ട് തേങ്ങ അരച്ച് ഒരു ചെറിയ കറി വെക്കുമ്പോൾ ഈ മുള്ളനൊന്നും മിക്കവാറും കഴിക്കില്ല. അവർക്ക് ചാറ് മതി അതിനകത്ത്. അപ്പം ഇതുകൊണ്ട് ചാറ് വെക്കണം. പിന്നെ ഒരു കുറച്ചെടുത്ത് ചാറ് വയ്ക്കും, കുറച്ചെടുത്ത് നമ്മൾ വറക്കും. പിന്നെ ഒരു തോരൻ ഉണ്ടാക്കണം, ക്യാബേജ് തോരൻ ഉണ്ടാക്കണം. അപ്പം ഇന്നത്തെ ഊണ് കുശാല് എന്ന് വെച്ചാൽ മീൻ കറിയുണ്ട്, തോരനുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ എന്ത് വേണം. പക്ഷേ മീൻകറി ഉണ്ടെങ്കിലാണ് കേട്ടോ കുട്ടികൾക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ ക്ഷീണിച്ച് കോലം കിട്ടുപോകും. മീൻ ചാറുണ്ടായാൽ മതി, അവർ 3 നേരം 4 നേരം കഴിച്ചോളും. അപ്പം പിന്നെ അതുകൊണ്ട് വെള്ളിയാഴ്ച പിന്നെ നമ്മൾ നോയമ്പെടുക്കണ ദിവസമാണ്. ശനിയാഴ്ച നോയമ്പെടുക്കണ ദിവസമായിരുന്നു. പക്ഷേ ഇപ്പം ഓരോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ശനിയാഴ്ചത്തെ നോയമ്പൊക്കെ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹദോഷങ്ങൾ നവഗ്രഹദോഷങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ശനിയാഴ്ച വേണം. പിന്നെ ഈ പറഞ്ഞോളം ചില സമയങ്ങളിൽ നമ്മൾ നോക്കും എന്തൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം. എന്തെങ്കിലും ആവട്ടെ, ഓണത്തോളം പോട്ടെ, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നോൺ കഴിക്കണില്ല, അത്രേ ഉള്ളൂ. അപ്പം ഇത്ര തക്കാളി വെച്ചിട്ടാട്ടോ വെക്കണത്. നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നത് തക്കാളി ഇട്ടിട്ടാണ്. എന്താ വെച്ചാൽ 3-4 മീനിനെ ഇടുള്ളൂ ഞാൻ. എന്ന് വെച്ചാൽ ഈ മീൻ ചിലവാവില്ല കുട്ടികൾക്ക്. ഇങ്ങനെ മീൻ ഇവർ മുള്ളുള്ളതുകൊണ്ടാണ് കഴിക്കില്ല. അത് ഞാൻ തേങ്ങയിൽ കുറച്ച് ഇഞ്ചി, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുക്കാൻ പോവാട്ടോ. എന്നിട്ട് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല കേട്ടോ. ചട്ടി ചൂടാവണ്ട. അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ അരപ്പൊക്കെ താളിച്ചതിന് ശേഷം അടപ്പത്തിട്ട് വെച്ചത്. പിന്നെ സമയം കളയുന്നല്ലോ എന്ന് പറഞ്ഞാൽ ചട്ടിയൊക്കെ അടപ്പത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. അപ്പോൾ വെള്ളം ഒഴിക്കാം. നമ്മൾ മീൻ സാമ്പാറാണ് വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻചാറില്ലെങ്കിൽ നമ്മുടെ ചെറുക്കന്മാരുടെ ഫുഡ് കഴിക്കലുണ്ടാവില്ലേ. പെൺപിള്ളേർ എന്തായാലും പേടരിച്ചിരിക്കുകയാണ്. ഇനി അവരിട്ടൊക്കെ എപ്പോഴാണോ ഒന്ന് നന്നായി കാണുന്നത്. പെൺപിള്ളേരെന്ന് പറയുമ്പോൾ അല്ല, ഒരു പെൺകൊച്ച് മൂത്ത ആള് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അതിനാ ഭക്ഷണം പാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാല് നമുക്കിപ്പം ഇല്ല. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പാല് തികയണില്ല. പാലില്ല. എല്ലാ ദിവസവും വല്ലപ്പോഴും ഒക്കെ പിള്ളേർക്ക് കൊടുക്കണുള്ളൂ. ഇപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പശുക്കളുടെ പരിപാടി. പക്ഷേ എല്ലാവരും ഈ പാല് കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വിളിക്കണോണ്ട് നമ്മൾ പരമാവധി ആളുകൾക്ക് കൊടുത്തു വിടും. പിന്നെ കുറേ പേർക്കൊന്നും കൊടുക്കാൻ പറ്റണില്ല ഇപ്പം പാല്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ ഹോസ്പിറ്റലും നമ്മൾക്ക് എല്ലാ കഴിയും കൂടി നടക്കണില്ല. നമ്മുടെ പശു ഇനി എടുക്കണം. പാല് കുറഞ്ഞു എല്ലാ പശുക്കൾക്കും. ചേനയൊക്കെ പിടിക്കാതെ നിന്നതുകൊണ്ട് നമുക്ക് ആകെ നഷ്ടത്തിലാണ്. ഇനിയിപ്പോൾ ഒരു പശു മാത്രമേ ഉള്ളൂ. ഇപ്പം ഇനി ചേന ഇനിയിപ്പോൾ അവൾ പ്രസവിക്കണമെങ്കിലും 3-5 മാസം കഴിയണം. അപ്പം എന്തായാലും പോണോടത്തോളം പോട്ടെ, വന്ന പോലെയൊക്കെ വരട്ടെ അല്ലേ. അപ്പം നമ്മളിപ്പോൾ തേങ്ങ അരച്ച് വെച്ചതിലോട്ട് നമ്മൾ മുളക്, പച്ചമുളകും അധികം എരിവ് വേണ്ട, ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തേക്കാം. പിന്നെന്താ 2 തക്കാളി ഇട്ടോളൂ കേട്ടോ. ഞാൻ 2 തക്കാളി ഇട്ടു, തേങ്ങ ഇട്ടു. ഇനി 2-3 ഉള്ളി ഇടിച്ചിടണം. അതിനകത്ത് കുറച്ച് ഉപ്പിടാം. ഉപ്പ് കല്ലാണ് കേട്ടോ ഇപ്പം ഇവിടെ ഉപയോഗിക്കേണ്ടത്. എല്ലാം ഉപ്പ് കല്ലിലോട്ട് മാറി. ഞാൻ കറിക്ക് ഫൈനലിലിടുന്ന കറിക്ക് വേണ്ടി ഞാൻ ഉപ്പ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ തിളപ്പിച്ചെടുക്കണ കറിക്കൊക്കെ ഉപ്പ് കല്ലിടും. ഇനി നമുക്ക് കുറച്ച് പുളിയും ഇടാം. പുളിയിടാം.
ഇനി ഇത് തിളയ്ക്കാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്യണില്ല. അധികം മീനിടണം കേട്ടോ. 4, 6, 8, 10 മീൻ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് ചെറിയ മീൻ 10. ബാക്കി നമുക്ക് വറക്കാം. വറുത്ത് നല്ല മൊരിഞ്ഞെടുക്കുവാണെങ്കിൽ കുഞ്ഞപ്പം കഴിക്കും. അത് കുഞ്ഞപ്പം ഒന്നും പാടില്ല കേട്ടോ. തൊണ്ടവേദനയാണ്. അതുകൊണ്ട് അവൻ പോയിട്ടില്ല. ചുമയുണ്ട്. പിന്നെ കൈക്കൊരു പരിക്കും പറ്റിയിരിക്കുകയാണ് ചെറുതായിട്ട്. അപ്പം അതുകൊണ്ട് ഇത് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് വറക്കാനായിട്ട്, ഇത് ഈ ചെറുക്കൻ കുഞ്ഞപ്പം കഴിക്കില്ല. കണ്ണമ്മോൻ മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ണമ്മോൻ കഴിച്ചോളും. പിന്നെ എനിക്കിഷ്ടമാണ്. പാറുവാണെങ്കിലും ചിലപ്പോൾ ഒരു കഷ്ണം വറുത്തത് നല്ല മൊരിച്ചിട്ടുണ്ടെങ്കിൽ അവളും കഴിക്കും. ഇപ്പം ഞാൻ ഇങ്ങനെ മീൻ വറക്കണേൽ എൻ്റെ അമ്മ പറഞ്ഞു ഒരിച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല രസമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ മീൻ വറുത്തതിലും കുറച്ച് മല്ലിപ്പൊടിയും ഇടും കേട്ടോ. നേരത്തെ മുളക് പൊടി, മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഫ്രിഡ്ജിലാണ് ഞാൻ കുരുമുളക് പൊടിച്ച് വെച്ചാൽ അതെടുക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് പൊടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ചിലപ്പോൾ കുരുമുളക് പൊടിയുടെ ആവശ്യം നമുക്ക് വരില്ല. മീൻ വറക്കാൻ നേരത്തൊക്കെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ കുരുമുളക് എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് അങ്ങനെ പോകും. അതുകൊണ്ടാണ് കുരുമുളക് ഞാൻ വെച്ചേക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇത് ഉപ്പ് കല്ല് പൊടിച്ച് വെച്ചാണ് കേട്ടോ. അതുകൊണ്ട് മറ്റതുപോലെ ഇങ്ങനെ തൂകാൻ പറ്റില്ല നമുക്ക്. ഇത് കുറച്ചൊരു ചെറിയ വെള്ളത്തിൻ്റെ അംശം പോലെ ഇരിക്കണോണ്ട് തൂകാൻ പറ്റില്ല. ഇങ്ങനെ പരട്ടിയെടുക്കാം. ക്യാബേജ് അരിഞ്ഞെടുക്കണം. ഇത്തിരി നേരം മൊബൈൽ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും. അപ്പോൾ തോന്നുന്നു കിടക്കാമെന്ന്. കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണിയും പെൻഡിങ് ആവും. നമുക്ക് കിടക്കണം എപ്പോഴും നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കണം നല്ലത്. അപ്പോൾ നമുക്ക് സ്വസ്ഥമായി. ഇത്തിരി ലേറ്റ് ആയാലും നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ നമ്മുടെ ബാക്കിയുള്ള പണികൾ തുടങ്ങാൻ പറ്റും. അതേസമയം രാവിലെയൊക്കെ നമ്മുടെ ഇങ്ങനെ ഉറക്കം വരുന്ന സമയത്ത് അപ്പം തന്നെ കയറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരടിക്കാനുണ്ട്, നമുക്ക് വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, തുണി വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളോട് ആരും ചോദിക്കുമൊന്നുമില്ല. പക്ഷെ അങ്ങനെ കിടക്കണം ശരിയല്ല. നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാം. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ആവശ്യം നമുക്ക് എപ്പോഴൊക്കെയാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വീടും പരിസരവും നമ്മുടെ പണികളൊക്കെ ബാക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട സാഹചര്യം വരും. ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പണികളെല്ലാം വേഗം തീർത്ത് വയ്ക്കുക. അടുത്ത നിമിഷം നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കും കേട്ടോ. പഠിക്കണത് അന്നെന്നുള്ള പഠിച്ച് തീർത്ത് പോകും. നമ്മൾ നാളത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എപ്പോഴാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പെൻഡിങ് വായി കിടക്കണത് നമുക്ക് ടെൻഷനാവും. പഠിച്ചിട്ട് തീരുമില്ല. എക്സാം വരുമ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒന്നും തീർക്കാക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പഠിച്ചു വെച്ച് പോവും. അപ്പോൾ ടെൻഷനില്ലാതെ എക്സാം സമയത്ത് നമുക്ക് ഇപ്പോൾ സമയമില്ലെങ്കിലും പഠിച്ചതാണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചേട്ടായിമാർ പറയും ഇപ്പോൾ പഠിക്കണ്ട, കുറേ സമയമുണ്ട്, അപ്പോൾ പഠിച്ചോളാമെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നമ്മൾ വലിയ പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല. എന്നാലും നമ്മൾ എന്തായാലും പാരൻസ് നമ്മുടെ മക്കൾ നമ്മളെപ്പോലെയല്ല, നമ്മളെക്കാൾ നല്ല രീതിയിൽ ജീവിച്ച് കാണണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക, അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി, ബിസിനസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലൊരു ജോലി വാങ്ങിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു മെഡിക്കൽ ആവശ്യങ്ങൾ വന്നാലും നമുക്ക് എല്ലാത്തിനും ഒരു ഹെൽപ്പ് ആ ജോലിയിൽ നിന്നുണ്ടാവും. അതേസമയം ബിസിനസ് തുടങ്ങുന്നതിന് എല്ലാ കാര്യത്തിലും ആ ബിസിനസ്സിൽ നിന്നുള്ള പൈസകൾ എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ പറ്റുക സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ബിസിനസ്സിൽ എപ്പോഴും പൈസ ഇറക്കിക്കൊണ്ടിരിക്കണം. അതേസമയം നമുക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസത്തോടെ നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറേ സെക്യൂരിറ്റി അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടും, അല്ലേ? കൂടിപ്പോയാന്നൊരു സംശയം. ഞാനിങ്ങനെ മുളക് പറ്റി കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ നാക്കത്ത് തൊട്ട് വയ്ക്കും കേട്ടോ. അതിൻ്റെ അമ്മ കാണിക്കുന്നുണ്ട് കേട്ടോ. തൊപ്പി കളയും വന്നിട്ട് കാര്യം പച്ചമീൻ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഇതാണ്. പക്ഷേ ഇപ്പം അതൊക്കെ ശീലമായി. ആദ്യമൊക്കെ നമ്മൾ ഒരു കുടുംബിനിയായിട്ട് കടന്നു തന്നപ്പോൾ ആദ്യം ഇതൊക്കെ ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതൊക്കെ ശീലമായി. അത് ഇത്തിരി ചുറപ്പ് വെച്ചേക്കാം കേട്ടോ. എന്താണെന്നോ ഇത്തിരി ഉപ്പ് കൂടിപ്പോയോന്നൊരു സംശയമുണ്ട്. അപ്പോൾ എൻ്റെ മീൻ വറുത്തതിനൊക്കെ ഞാൻ ചുറപ്പ് ഒഴിക്കാറുണ്ട്. പക്ഷേ രജിഷേറിന് ചുറപ്പ് ഇഷ്ടമില്ല. എന്നാലും ഇതിന് ഉപ്പ് ചെറുതായിട്ട് കൂടിപ്പോയതുകൊണ്ട് ഞാൻ കുറച്ച് ചുറപ്പ് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്.
ചിക്കൻ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, ഇഞ്ചി അവിടെ ഇഞ്ചി. അപ്പോൾ വെള്ളം മോട്ടർ അടിച്ച് ഈ ഫുള്ളും വെള്ളം ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ കൺട്രാശി പ്രാവശ്യം എന്താവുന്ന ഒരു പിടിയില്ല. മോട്ടർ അടിക്കാൻ വെള്ളം മഞ്ഞില്ല. അത് കണ്ട തുറന്നിട്ടിട്ട് വെള്ളം മഞ്ഞില്ല. വെള്ളം എപ്പോഴും ടാങ്കിൽ നിന്ന് വെള്ളം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ദൈവമേ, ഇന്നലെ രാത്രി ഒരു പണിക്കാരൻ വന്നു, പക്ഷെ ശരിയായിട്ടില്ല. എങ്ങാണ്ട് വേറെ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ച് തൽക്കാലത്തേക്ക് ഒരു ഇത്തിരി നേരത്തേക്ക് വെള്ളം അടിച്ചാൽ നിൽക്കത്തേ ഉള്ളൂ. എത്രാമത്തെ പ്രാവശ്യം എന്നറിയോ മോട്ടർ അടിക്കുന്നത്? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നത് ഈ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇടിക്കുമ്പോ ഉണ്ടല്ലോ, ഈ പുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇടിക്കുമ്പോ പുളിയൊക്കെ കഴിഞ്ഞ് ഉള്ളി ഇടിക്കുമ്പോ ഉണ്ടല്ലോ നമ്മുടെ മേത്ത് ഇവിടെയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണം ഇത് നമ്മൾ അടുത്തോട്ട് ഇല്ലുമ്പോൾ. എന്നുവെച്ചാൽ ഉള്ളിക്ക് ഒരു ചീത്ത മണമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വെക്കേ, എന്നിട്ട് ആ ഉള്ളി ഇടിക്കുള്ളൂ. ഈ ബുദ്ധി കിട്ടി നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിയുമ്പോൾ പിന്നെ ബാഡ് സ്മെല്ലൊക്കെ വന്നത് ഇഷ്ടമല്ല. എൻ്റെ അമ്മയൊക്കെ ഇതുപോലെ ഉള്ളി ഇടിക്കുന്ന അമ്മേനെയൊക്കെ പോയി പണ്ടൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു അണ്ട മണം വരുന്നു. അപ്പൊ എന്തുവാണ് അമ്മയെന്ന് ചോദിക്കുമായിരുന്നു ഈ മണം. അതായത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ നല്ല സ്മെല്ലും നല്ല ഭംഗിയായിട്ടിരിക്കാനല്ലേ എല്ലാവരും ഇഷ്ടപ്പെടാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം, കുറേ നേരത്തേക്കെങ്കിലും. അപ്പം ഉള്ളിയൊക്കെ ഇടിച്ചു. അപ്പം നമ്മുടെ മേത്തൊന്നും തെറിച്ചില്ല. ഈ പച്ചമുളകും കൂടി ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് മറന്നുപോയി. അപ്പം ഒരു പ്രത്യേക മണവും ഇതൊക്കെയുണ്ട്. പണ്ടൊക്കെ മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ലാഭിക്കാം. നേരത്തെ ഇവിടുത്തെ രജിഷേൻ്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വാട്ടിയിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കണ ഞാൻ കണ്ടേക്കണേ. ഇപ്പം ഞാൻ കൂടുതലും ഇപ്പം ഇങ്ങനത്തെ കറിയാണ് കേട്ടോ വെക്കണേ. അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോഴും എനിക്ക് ഇഷ്ടമാണ് പണ്ടത്തെ നമ്മുടെ രുചി. മാറിക്കണ്ടോ ചക്ക വരുമ്പോ ചെന്നത്തള്ള. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പിൽ തന്നെ ഇത്തിരി ഇടാം. ഒന്നുകൂടി ഒന്ന് തിളച്ച് പാകാട്ടെ. നമുക്ക് മീൻ വറുക്കാൻ വെക്കാം. നമുക്ക് കുറച്ച് ക്യാബേജും ബീൻസും കൂടി ഒരു ചെറിയൊരു ബേസ് വെച്ച് കറി ഉണ്ടാക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മോള് പാവക്കുട്ടി എന്ന് പറയുന്നൊരു സാധനത്തിന് പച്ചക്കറി കൂടി ഉണ്ടെങ്കിലാണ് ഭക്ഷണം ഇത്തിരി ഇറങ്ങുന്നത്. ഇത് മാത്രമായി കഴിഞ്ഞാൽ കറി ഒന്നുമില്ല. നമ്മൾ കാഴ്ചയിൽ കറികളൊന്നും കൊച്ചു കാണില്ല. പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ആ കൊച്ചിന് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു കറി കൊണ്ട് തന്നെ ചിലപ്പോൾ കഴിച്ചേനെ. നമ്മുടെ കണ്ണഞ്ചേരനും മുന്നിഞ്ചേരനും വാവയ്ക്കൊക്കെ മീൻചാറ് മതി, അല്ലെങ്കിൽ മീൻകറി വെച്ചാൽ മാത്രം മതി. പക്ഷേ നമ്മുടെ പാറ് നോക്ക് രക്ഷയില്ല, അതൊന്നും കഴിക്കുകയുമില്ല. വെറുതെ ഇങ്ങനെ ഉണ്ടാക്കാൻ മാത്രം. പച്ചക്കറി ഇല്ലെങ്കിൽ വെറുതെ കടന്ന് ഭക്ഷണം കഴിക്കാതെ അവിടെ പോയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇച്ചിരി എടുത്ത് കഴിക്കും. പച്ചക്കറി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വയറ്റിലോട്ട് ചെല്ലും. അതുകൊണ്ട് കുറച്ച് ക്യാരറ്റും ബീൻസും കൂടി നമുക്കൊരു മെഴുക്ക് പറ്റിയല്ല, അത് തോരനുണ്ടാകും. ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. ചോറിന് എന്തൊക്കെ കറി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് നമ്മുടെ ചോറ് വെക്കട്ടെ. അപ്പം നമുക്ക് ചോറെടുത്ത് കഴിക്കാം കേട്ടോ. ചോറ്
പുരട്ടി ക്യാബേജും ബീൻസും കൂടി ഒരു മെഴുക്ക് പുരട്ടി. പിന്നെ നമുക്ക് മുള്ളം വറുത്തത്, പിന്നെ നമ്മുടെ മീൻ കറി മുള്ളൻ തേങ്ങ അരച്ച് കറി വെച്ചതാട്ടോ. പിന്നെ വേറൊരു കറിയും കൂടി ഉണ്ട്, മുള്ളൻ തിളപ്പിച്ചതാണ്, ഈശ്വരന് വേണ്ടി തിളപ്പിച്ചതാണ്. അപ്പം തിളപ്പിച്ചതും നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് ഇതിൻ്റെ ചാറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഊണിൻ്റെ ആ ഒരു പ്ലേറ്റിൻ്റെ ഭംഗി എങ്ങനെയുണ്ട്? കഴിക്കാം. ആഹാ, എന്താ ടേസ്റ്റ്! അല്ലെങ്കിൽ മീൻകറി കൂട്ടി കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് പ്രത്യേകത കേട്ടോ. വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായില്ല. അതെ, ഉച്ചക്ക് താൻ ഗോതമ്പൂട്ട് കഴിച്ചു, രാവിലെ ഗോതമ്പൂട്ട് കഴിച്ചു. ഇനിയിപ്പോൾ താൻ ചോറ് തിന്നാൽ മതി. ഫ്രൈഡ് റൈസ് വൈകുന്നേരം നമുക്ക് ആലോചിക്കാം. എന്താ ആർക്ക്? ശനിയാഴ്ചയോ? അച്ചടാ, ശനിയാഴ്ച എല്ലാവർക്കും ക്ലാസ് ഉണ്ട്. 2 ദിവസം കൂടി പനി വേണോ? അച്ചടാ, എല്ലാം മിക്ക ദിവസമൊക്കെ അവധി വരെയല്ലേ ഇപ്പൊ മഴയൊക്കെ വരുമ്പോ. അപ്പൊ പിന്നെ പോർഷൻസ് 2 ദിവസം അവധി കിട്ടിയില്ലേ? അതെ, ഇനി മഴ കിടക്കല്ലേ. എന്തേ കാലിനെന്ത് പറ്റി? ഇപ്പൊ നിലവിൽ നടക്കണതിനൊന്നും കുഴപ്പമൊന്നും തോന്നണില്ല. എന്താണാവോ ചേട്ടാ? എന്താ ചേട്ടാ? പാടില്ലാത്തോണ്ടായിരിക്കും അല്ലേ? പിന്നെ ഓ, അമ്പലത്തിലെ പായസം സൂപ്പർ. പായസം ആരെങ്കിലും എടുത്തായിരുന്നാ? ഹലോ, ജിങ്കാനയുടെ തുണിയൊക്കെ എന്ത്? താനെന്ത് മര്യാദകളാണോ കാണിക്കണേ? ക്ലാസ് എടുക്കണോ? തന്റെ വയറാണല്ലോ ഇപ്പൊ കൊണ്ടവയറായിട്ട് നിങ്ങള്. ആര്? ഞാൻ പോയി. അവനെ കുളിപ്പിച്ചു കുളിപ്പിച്ചെന്ന് പറയരുത്. നാട്ടുകാര് എന്നെ മേലെ കുളിപ്പിച്ച് എടുത്താക്കിയെന്ന്. ശരിക്കും സീറ്റ് പറഞ്ഞു കുളിപ്പിക്കുന്ന മനസ്സിലാവും. എന്നെ പോലെ ചില പൊട്ടന്മാരൊന്നും കാണണ്ടാവേ. അമ്മ കുളിപ്പിച്ചതല്ലേ? എന്റെ മീശയാ. പായസമൊക്കെ ഇവിടെ ഇടല്ലേ ഏട്ടാ?
ഞാൻ തന്നോട് പറഞ്ഞു പഠിക്കാൻ പോവാൻ. അച്ഛൻ പറഞ്ഞു പാവം അല്ലേ, അച്ഛന്റെ ഉള്ളപ്പുള്ള സോപ്പിട്ട് അച്ഛന് ഇച്ചിരി പായസം വെച്ചേക്കണേ. ഇല്ലേ അച്ഛന് ഷുഗർ? ആര് പറഞ്ഞോ അച്ഛന് ഷുഗറാന്ന്? 2300. നോക്കിയോടാ, നമ്മൾ ഈ പ്രാവശ്യം മോഡറേഷൻ അടിച്ചെടുക്കും. മോഡറേഷൻ മോണിറ്റൈസേഷനാ? മോഡറേഷൻ അല്ല, എന്തെങ്കിലും ആട്ടെ. എന്റെ അതെ, പിന്നെ എനിക്ക് തുടക്കത്തിൽ ചിലപ്പോ 8,000 രൂപ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 7,000 രൂപ. അത്രയും കിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് കുറവാണല്ലോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മള് എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് പോയാലേ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. തുണിയൊക്കെ വിരിച്ച് ഇട്ടു. ഞാൻ എറാത്തോട്ട് ഫ്രണ്ടിലോട്ട് വെച്ചില്ല കേട്ടോ, മഴ പെയ്താലോ എന്ന് വിചാരിച്ച് ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് ഗേറ്റുമ്പോൾ വിരിച്ചിട്ടു കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടി നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ പൊക്കി മുകളിലോട്ട് കയറ്റിക്കൊണ്ട് വരണ്ടല്ലോ ഓർത്ത്. എന്തായാലും വെയിലില്ല, പിന്നെ നമ്മൾ എറാത്ത് വെച്ചു. എന്താണ് ഇവിടെ എന്താ ഒരു സീക്രട്ട്? എന്താ? അപ്പൊ കറക്കാൻ സമയമായി. ഞാനാണെങ്കിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. എന്താണോ അവിടെ പുന്നാരിക്കുകയാണ് കേട്ടോ. ആ കൂട്ടുകാരികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മസാജിങ് ആണ് കേട്ടാ, സ്നേഹിക്കലാണ് കാണുന്നത്. ഇടയ്ക്ക് തല്ലും കൂടും, ഇതുപോലെ സ്നേഹിക്കുകയും ചെയ്യും അല്ലേ ഭദ്രമ്മേ? വേറെ ഒരു വീരപ്പന്റെ പണി നോക്കിയേ. വീരപ്പന്റെ അമ്മയല്ല കേട്ടോ, ഇപ്പൊ പുന്നാരിക്കുകയാണ് വീരപ്പൻ. വീരപ്പാ ബുക്ക് താക്കുവോ? ബുക്ക് ചീത്തയാവും കേട്ടോ അങ്ങനെയൊക്കെ കാണിക്കരുത്. അയ്യടാ, പുന്നാരിക്കണുണ്ട് അവിടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പുന്നാരിക്കാണ്. ശങ്കരി പെണ്ണേ, നമ്മൾ കറക്കാൻ പോവാണ്. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറി എഴുന്നേറ്റ് വരുന്നതാണ്. കറവ് തുടങ്ങാം. എന്താ അമ്മ ഇത്? ഇതൊരു സാധനം, ഇവിടെ ഒരു ഇതും. ഞാനൊന്നും കഴിക്കാറില്ല, ഞാൻ ഡയറ്റിലാണ്. ഇവിടെ ഉണ്ടല്ല ഇത് കഴിക്കുന്നത് സ്പെഷ്യൽ മെയിനായിട്ട് കഴിക്കുന്നത് ഞാനാണ്. ഒന്നും വേണ്ട, അതെനിക്ക് ഒരു ഫ്രണ്ട് കൊടുത്തതാണ്. എനിക്ക് സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ തടി വെക്കായിരിക്കും ഗൈസ്? കുരുവിനെ പോലും വെറുതെ വിടില്ല. മാങ്ങാണ്ടി കടിച്ചു കുറച്ച് തിന്നാൻ പറ്റാത്തോണ്ട് ഈ മാങ്ങാണ്ടിനെ വെറുതെ വിടില്ല. അമ്മേ ഫ്രൈഡ് റൈസ്. അമ്മ എന്താ കുക്കറിയാ? അല്ല, ഇന്നലെ വെയിറ്റ് എന്താ ഇത്? പോയേ അവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞ അവന്റെ പരിപാടി ഇതാണ് കേട്ടോ. പുറത്താക്ക്. ഇങ്ങനെ കാര്യാന്വേഷണം കൂടുതലായി ഇപ്പൊ കുറച്ചായിട്ട്. പോയടാ, വാ കണ്ണമ്മ കുഞ്ഞപ്പ കൊടുത്തോണ്ട് വന്നിട്ടേ. 2:30 ഉണ്ടല്ലോ. അത് എന്താണ്? പെണ്ണിന് ഇന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചേ പറ്റുള്ളൂ. ഒരാഴ്ചയായി അമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ട പരാതി. അപ്പൊ പിന്നെ നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാളെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പം എനിക്ക് പണി കിട്ടും.
നമ്മളെന്തെങ്കിലുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി എപ്പോഴാണ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചാ പിന്നെ എന്തെങ്കിലും ആവട്ടെന്ന് വിചാരിച്ചു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരി വെച്ചേക്കണുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തേ നാളെ എനിക്ക് രാവിലെ പാലും കൊണ്ട് രേശേട്ടൻ പോകുമ്പോൾ രേശേൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് ഇടല്ലേട്ടാ. പാലും കൊണ്ട് പോകുമ്പോൾ രേശേൻ്റെ കൂടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കി ഫ്രൈഡ് റൈസ് വെക്കുകയാണെങ്കിൽ നാളെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെയും കൂടി വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അല്ലാതെ പിള്ളേരുടെ ഇഷ്ടത്തിനൊന്നും ഞാൻ അങ്ങനെ കൂടുതലൊരു പ്രിഫറൻസ് കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്നാവട്ടെ. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്രൈഡ് റൈസിനുള്ള ഇതൊക്കെ അരിഞ്ഞു. ചിക്കൻ വറുത്തതിൽ നിന്ന് കുറച്ച് പീസൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിളിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവട്ടെ. ഇത് നാമം ജപിച്ചപ്പോൾ വെച്ച കണ്ണടയാണ്. പിന്നെ അത് മറന്നുപോയി തലേന്ന് ഊരാനായിട്ട്. പഠിക്കില്ല. വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോ അതനുസരിച്ച് പഠിക്കാൻ കൂടും. പച്ചക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയേ പറ്റുള്ളൂ. അതിനകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇടണം. അത് നാളെ രാവിലെ നാളത്തേക്ക് കൂടി ഉള്ളതാ ഭക്ഷണം. അല്ല അപ്പൊ ചിക്കൻ ഇടൂല്ലേ? ചിക്കൻ ഇടുന്നില്ല. അതെ, ചിക്കൻ ഇത്തിരി അല്ലേ ഉള്ളൂ. ഇത്ര ഉള്ളു ചിക്കൻ. വേണ്ട, അപ്പൊ ചിക്കൻ ഇത്ര ഉള്ളു. അപ്പൊ ഇതിപ്പോ തീരുമല്ലോ. ഇത് ഓരോ ആഗ്രഹങ്ങളല്ലേ, എന്ത് ചെയ്യാനോ. ഇനിയിപ്പൊ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അത് ഉപ്പ് കല്ലിൽ അമ്മ പൊടിച്ചു വെച്ചേക്കണതാ. ഉപ്പുപൊടി കൊള്ളില്ലാന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അച്ചായി പറയല. അപ്പൊ പിന്നെ ബീച്ചിലല്ലേ ഉപ്പ് എടുക്കണം. എങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ചേക്കണതിലോട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അമ്മ പൊടിച്ചു വെച്ചതാ കേട്ടോ. 2 ടൈപ്പ് എരിവുള്ള കാശ്മീരി, എരിവില്ലാത്ത കാശ്മീരി കൂടി പൊടിച്ചേക്കണം. അല്ല മറ്റേതാണ് ഉണ്ടാക്കണ. അയ്യോ ഇതിന്റെ പേരെന്ത് ചില്ലി ഗോബി. ചില്ലി ഗോബി അല്ല, ചില്ലി ചിക്കനാണ്. ചില്ലി ചിക്കൻ. അപ്പോ മറ്റേ ഇതന്നെ ടൊമാറ്റോ സോസ് എന്തെന്നാ മറ്റേ പൂത്തുന്നത് കേടായി. ഞാൻ തുറന്ന് ഒരു ദിവസം ബ്രെഡ് വാങ്ങിയപ്പോ ഞാൻ തുറന്നപ്പോ എന്തോ അത് ഞാൻ അത് നോക്കിയിട്ട് ഒഴിക്കട്ടില്ലെങ്കിൽ കേടാണെങ്കിൽ സോയാ സോസ് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കിയത് ഞാൻ മാഗി ഉണ്ടാക്കി. ഇല്ല, ഇത് സോസ് ഇതിനകത്ത് ഒഴിച്ചു വെക്കാം. ഇതിനകത്ത് ഇത്തിരി സോസ് ഇടാം. ഇതൊക്കെ വേഗം ഉണ്ടാക്കി കഴിയും. അതുകൊണ്ട് ഇനി അരിഞ്ഞെടുക്കാനുള്ള ഒരു താമസമുള്ളൂ. പിന്നെ എല്ലാം കൂടി അങ്ങനെ ഒന്നിച്ചിട്ടൊരു വേക്കലാണ്. എന്തെടുക്കുക? മുട്ട എടുക്കുമോ? മുട്ട കോഴിമുട്ട, താറാമുട്ട? കോഴിമുട്ട. ഒരു ദിവസം പൊട്ടിപ്പോയി. പൊട്ടിരിക്കുന്നത് വെളിച്ചെണ്ണ ഇത് ഇളക്കണ്ടേ? ഇളക്ക് വേണോ? ഇല്ലാത്ത മുട്ടത്തോട് കുരുമുളക് എടുക്കണമല്ലോ. കുരുമുളക്. അപ്പോൾ ഞാൻ ചില്ലി ചിക്കൻ റെഡിയാക്കി കേട്ടോ. ഇവിടെ ഉപ്പിട്ടല്ലേ? എന്നിട്ട് ഉപ്പിട്ടു. അയ്യോ, ഇപ്പൊ ഫോൺ വറുത്തിട്ട് ഇത് മറ്റേ മാതിരി വിളിച്ചാണല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി, ചില്ലി ചിക്കനും റെഡിയായി. പക്ഷേ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി. നമ്മുടെ സ്പ്രിംഗ് ഒനിയനും മറ്റേ സെല്ലറി ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് റെഡിയായി ഇട്ട് കൊടുക്കാം.
കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ച് വെച്ചതാട്ടോ. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ അടുത്തുള്ള പച്ചക്കറി കടയിൽ വാങ്ങിച്ചതാണ്. അതുകൊണ്ട് വാടിപ്പോയി, ഫ്രഷ് അല്ല. ഈസ് ദിസ് മല്ലി അല്ല മല്ലിയിലാണോ? ഇത് സെല്ലറി. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് സെല്ലറി. ആ ഒരു വേറെ ടേസ്റ്റ് വരുത്തണം. അതാണ് ഒരു കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആയിക്കില്ലേ ഇനി ആയാല കഴിക്കുമ്പോൾ. എന്തായാലും ഈ ഫ്രൈഡ് റൈസിൻ്റെ ഒരു മെയിനാണ്. കുറച്ച് ചോറ് കുഴഞ്ഞു പോയി തോന്നുന്നു കണ്ടിട്ട്. ഒട്ടിപ്പിടിച്ചിക്കണില്ല. കുറച്ച് റൈസ് കൂടിയും പോയി. കൂടിപ്പോയത് വിഷയമല്ലേ, അനുസരിച്ച ആൾക്കാരിവിടെ ഉണ്ടല്ലോ. വൈകുന്നേരം നാളത്തേക്ക് കൂടി ആയിട്ട് വെച്ചതാട്ടോ ഞാൻ. അത് മനസ്സിൽ കണ്ടിട്ടുണ്ടായ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി. അപ്പം ഞാൻ ഈ സൈഡ് കിച്ചമ്പറൊന്നും ഉണ്ടാക്കണില്ല. ജസ്റ്റ് പരാതിക്കാരുടെ പരാതി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത്ര സംഭവമൊക്കെ റെഡിയായി. ഇതൊന്നും അല്ല വിഷയം, ക്ലീനിങ് കഴിഞ്ഞ വിഷയം. ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിക്കണം. അപ്പോൾ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കഴിക്കുകയാണ്. എങ്ങനെയുണ്ടോ? സൂപ്പർ. നല്ലതാണോ? വിശപ്പുള്ളതുകൊണ്ടാ? എന്താ വൈകുന്നേരം വന്നിട്ടൊന്നും കഴിച്ചില്ലായിരുന്നാ? ചോറ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കണം കേട്ടോ. എന്താന്ന് ഓഹോ, വിശന്ന് ഭയങ്കരമായിട്ട് കഴിക്കണോണ്ട് നന്നായിരിക്കുക കേട്ടോ. അപ്പൊ ചേട്ടായി കഴിക്ക്, ദഹിക്കണ്ടേ? ദഹിച്ചിട്ട് വേണ്ട കിടക്കണമെങ്കിൽ. 9 മണിയായി. 9 മണിയായി. വേഗം കേട്ടെ കഴിക്ക്. അവൻ കഴിച്ചോളും. നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ എടുത്ത് വെച്ചു. ഞാനിവിടെ പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നാളെ കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തു വിടാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവി പറക്കണ ഫ്രൈഡ് റൈസ് ആട്ടോ. അപ്പോൾ നാളെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാം. എനിക്ക് രാവിലെ ഒന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.